നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, അത്രയും വേണ്ടായിരുന്നു മനോഹരേട്ട എന്നായിരുന്നു എന്റെ തോന്നല്. എന്ത്? അല്ല, ശരത്തിനോട് അങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞാല്? അതല്ല, നിത്യമോളുടെ ഭാവി. ഭാവി ഭാവി അല്ല പാർവതി, ഇതവിടെ വിധിയാ. മൂക്ക് കൊടുക്കാനുള്ള സ്വർണത്തിനും പണത്തിനും ഒപ്പം കുറച്ച് കണ്ണുനീരോട് നീ കരുതി വെച്ചു. കണ്ണീര് മാത്രം എങ്ങൊന്നും കടം കിട്ടത്തില്ല. മനോഹരേട്ടൻ എന്താ എങ്ങനെയാവാൻ? ഞാൻ പിന്നെ എങ്ങനെയാകണം? കവലയിലും കലുങ്കയിലും ചായക്കടയിലും ബാർബർ ഷോപ്പിലും ഒക്കെ ഈ വീട്ടിലെ വിശേഷങ്ങളാ ചർച്ച. മകന്റെ സുഹൃത്തായ ഏതോ ഒരു പയ്യനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് അവനെ പിഴിയുന്നു എന്നാ. അയ്യോ, അങ്ങനെയൊക്കെ പറയൂ ആളുകള്. കഥകളും എന്നെയാ മിടുക്കന്മാരല്ലേ നമ്മുടെ ഞാട്ടുകാര്. സ്വന്തം അടുപ്പി തീ പുകഞ്ഞില്ലെങ്കിലും മറ്റുള്ളവന്റെ സിറ്റൗട്ടിലേക്ക് CCTV ക്യാമറ വെച്ച് നോക്കിയിരിക്കുന്നവന്മാരല്ലേ നമ്മുടെ നാട്ടുകാര്. വരും വരാഴികൾ എത്ര പറഞ്ഞാലും തലേ കയറാത്ത നമ്മുടെ മോളും അവളെ മുതലാക്കുന്ന നമ്മുടെ ഭാവി മരുമോനും. ഞാൻ എന്റെ നെഞ്ചത്ത് ചവിട്ടിച്ച അവളെ പിച്ചൊപ്പിച്ചത്. അവളിപ്പോ എന്റെ നെഞ്ഞത്താ ചവിട്ടി നടക്കുന്നത്. മകൻ മരണം കൊണ്ട് തോപ്പിച്ചു, മകളിപ്പോ സ്വന്തം ജീവിതം കൊണ്ട് തോപ്പിക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. പ്രായമാവുമ്പോ കണ്ണിന്റെ കാഴ്ച കുറയുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അമ്മയുടെ ഉൾക്കാഴ്ചയും മങ്ങി. മനോഹരേട്ട, നിത്യമോളെ ഓർക്കുമ്പോഴും സങ്കടം. മനോഹരേട്ട, നമ്മൾ എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. ഈ ഉറക്കത്തിലേ ഞാനങ്ങ് തീർന്നു പോകാൻ പ്രാർത്ഥിക്കുക, അത്ര തന്നെ. നീ ആ ലൈറ്റ് എടുത്തു. എന്റെ വൈക്കത്തപ്പ എന്റെ സുതിമോനുണ്ടായിരുന്നെങ്കിൽ.
ഇടനെഞ്ചം തെളിയാതെ മിഴിനോവിൽ കലരാതെ പടിവാതിൽ കനലൂതും നേരം ഉദിക്കും വരെ തുഴയേകിടാൻ ഉദിക്കും വരെ ഉയർന്നോറ്റു പാടി ഞാൻ ഉദിക്കും വരെ ഉണർവേകിയും ഉദിക്കും വരെ ഉറവേകിടാൻ. ഓ, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ഒച്ചയിട്ട് കളിക്കുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിച്ചു നാട്ടുകാരെ അറിയിക്കാനാണോ? അല്ല, നീ എനിക്ക് ഭക്ഷണം തന്നു നാട്ടുകാരെ മുഴുവനും അറിയിക്കാൻ. ചേച്ചി കഴിക്കെടുത്തോ. അളിയ കഴിക്കുന്നില്ലേ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ലൈറ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് തീർത്തു. ആ അയ്യോ എന്റെ പൊന്നുമോനെ, ഉസൈൻ ബോൾട്ടിനെ വെല്ലുന്ന രീതിയില് ലൈറ്റ് ആയിട്ട് ഒരു 14 ഇഡലി ഒരു കിണ്ണ സാമ്പാറും അകത്താക്കിട്ട് നിന്റെ ഇരിക്കും. അച്ഛൻ കഴിക്കുമല്ലോ, ഒരു കുമ്മേശ്വരം ചോറും ഒരു കുട്ടവും സാമ്പാറും. ഭഗരാമൻ എന്നെ വിളിച്ചായിരുന്നു രംഗ. അല്ല, ഉമ്മേശ്വരം ചോറെന്നോ ഒരു കുട്ടുക നിറയെ സാമ്പാറെന്നോ പിന്നെന്താ ബഗനല്ലേ? അയ്യോ, അത് ഞാൻ എന്റെ കുഞ്ഞളിനൊരു പുരാണ കഥ പറഞ്ഞു കൊടുത്തതല്ലേ. അച്ഛാ, അടുത്ത കഥ ദേ അവളെ പറ്റിയാണ്. താരകരൂപിണിയായ താടക. ദേ മനുഷ്യ, ആ ആ ഞാൻ വരുന്നതിന് മുമ്പ് ചേട്ടിച്ച് കഴിച്ചല്ലേ? എന്റെ പൊന്നു മോളെ, വിശന്നിട്ട് എന്റെ വയറ് തിത്തൈ തരകടവും പാടുകയായിരുന്നു. അതുകൊണ്ട് ചേട്ടച്ചനങ്ങ് കഴിച്ചു. സാരമില്ല, ദേ ഇഡലി ബാക്കിയുണ്ട്. നിന്റെ ചേച്ചി കഴിക്കാനിരുന്നില്ലല്ലോ. അളിയൻ ഇന്ന് കില്ലർ മോഡലാണല്ലോ. അതെ, മോളിന്ന് എങ്ങോട്ടാ? ഒരു ഫ്രണ്ടിനെ കാണണം, പിന്നെ ലൈബ്രറി പോണം. എന്താ ചേട്ടച്ച? അല്ല, ചേട്ടത്തിന് എന്നൊരു പ്രധാന മീറ്റിംഗ് ഉണ്ട്. ഒരു കരാറിൽ ഒപ്പുവെക്കാനാ. ആ അതെ അതെ, അമേരിക്കൻ പ്രസിഡന്റുമായിട്ടേ ആയുധ കരാറിൽ ഒപ്പുവെക്കാനാ. ആ അളിയ, അളിയൻ എന്റെ കൂടെ പോരെ. ഞാൻ ചിലപ്പോഴേ ആശുപത്രി വരെ ഒന്ന് പോയേക്കും. അക്ഷര ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് ഇത്തിരി കൂടുതലാണല്ലോ. എന്തു പറ്റി? വല്ല സുന്ദരി നഴ്സുമാരെ നോക്കി വെച്ചിട്ടുണ്ടോ? അല്ലടി, നിനക്കൊരു സുന്ദരൻ ഡോക്ടറെ കണ്ടുവച്ചിട്ടുണ്ട്, ഒരു മൃഗ ഡോക്ടറെ. അപ്പോ പ്രേമയ്ക്കൊരു പേഴ്സണൽ ഡോക്ടറുമായി. ദേ രംഗേട്ടാ, നിങ്ങൾ രാവിലെ തന്നെ എന്റെ മണ്ടയിട്ട് ഇളക്കാൻ നിൽക്കല്ലേ. അളിയനൊരു തമാശ പറഞ്ഞതല്ലേ ചേച്ചി? ഓ നല്ല തമാശ. കഴിക്കാൻ എടുത്തു വെക്കും പ്രേമേ. കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് ചില പ്രധാന കാര്യങ്ങൾ പറയാനും തീരുമാനിക്കാനും ഉണ്ട് കേട്ടല്ലോ.